ഇവളാണ് ഞാൻ പേർഷ്യൻ ക്യാറ്റ് വളർത്തുന്ന ഫീൽഡിലേക്ക് ആദ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന റഷ്യൻ ബ്ലൂ ഡോൾ ഫേസ്. ഇവളുടെ പേര് റോസി എന്നാണ്. ഇത് ഞങ്ങളുടെ ഡോറാമോളാണ്. ഇതും ഇവിടെ ഉണ്ടായ ഇതിനു മുമ്പ് ഇവരുടെ ഫസ്റ്റ് ഡെലിവറിയിൽ ഉണ്ടായ റോസിയുടെ അല്ല, വേറൊരു ക്യാറ്റിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഡെലിവറിയിൽ ഉണ്ടായ ഒരു മോളാണ്. നമസ്കാരം, എല്ലാവർക്കും മനു സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വളർത്തുന്ന ഒരു അരുമ മൃഗമാണ് പൂച്ച. 9500 വർഷങ്ങളോളം മനുഷ്യനുമായി ബന്ധമുള്ള ഒരു മൃഗം കൂടിയാണ് എന്നാണ് ഏകദേശം ഒരു കണക്കും കാര്യങ്ങളും വരുന്നത്. സാധാരണയായി എലിശല്യങ്ങൾ ഉള്ള വീടുകളിലും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഒരു കൂട്ടെന്ന രീതിയിലുമാണ് സാധാരണ വീടുകളിൽ പൂച്ചകളെ വളർത്തുന്നത്. എന്നാൽ ഇതിനെല്ലാം പുറമെ നല്ല രോമവും വട്ടമുഖവും പതിഞ്ഞ മൂക്കുകളുമുള്ള എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ ആകർഷണം തോന്നുന്ന അലങ്കാരത്തിന് പുറമെ നല്ലൊരു വരുമാന മാർഗം കൂടിയായ പേർഷ്യൻ ക്യാറ്റുകളുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്തുള്ള മെൻസി ചേച്ചിയുടെ അരുമകളുടെ വിശേഷങ്ങളായിട്ടാണ്. ഫാമിംഗ് രംഗത്തെ പുതിയ കാഴ്ചകൾക്കായി ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മനു പറവൂർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മെൻസി എബ്രഹാം. ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്തുള്ള പാറകാട്ടുകര എന്ന ദേശത്താണ്. ഞാനിവിടെ ഒരു 3 വർഷമായിട്ട് ഒരു മിക്സഡ് ഫാമിംഗ് എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല, ഒരു മിനി ഫാം എന്ന് പറയാം. അതൊരു മിനി ഫാം. കാരണം നമുക്കുള്ള സ്ഥല പരിമിതിക്കുള്ളിൽ ഒരു മിനി ഫാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ പോത്ത്, പശു, പിന്നെ ഡോഗ്സ്, പേർഷ്യൻ ക്യാറ്റ്, മെയിനായിട്ടും ആട്, പിന്നെ കോഴി, മണിത്താറാവ്, പ്രാവ്, ഗപ്പി, അങ്ങനെ ഒരുവിധം ഈ ഭൂമിയിലുള്ള നമുക്ക് വളർത്താൻ പറ്റിയ എല്ലാവരും ഞാനിതിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് ഈ 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ. ചേച്ചി മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആടിനെയും അതുപോലെ തന്നെ പേർഷ്യൻ ക്യാറ്റിനെയും അല്ലേ? അതെ. മെയിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ആടായിരുന്നു. പിന്നെയാണ് പേർഷ്യൻ ക്യാറ്റ്സ് തുടങ്ങിയത്. ഈ പേർഷ്യൻ ക്യാറ്റിലേക്ക് തിരിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളുണ്ടാവും ചേച്ചി? പേർഷ്യൻ ക്യാറ്റിൽ തിരിഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു 3 വർഷം ആയിട്ടുള്ളൂ. 3 വർഷം. ഞാൻ അപ്പോൾ ആദ്യമായിട്ട് ഒരു പെറ്റ് എന്നൊരു ഇതിൽ ഞാൻ പൂച്ചയോടുള്ളൊരു അമിതമായ ഒരു താല്പര്യത്തോടെ ഒരു പേർഷ്യൻ ക്യാറ്റിനെ വാങ്ങിച്ചതാണ്. ഒരു ചെറുതായിരുന്നു, 3 മാസമായിരുന്നു. അപ്പോൾ പിന്നെ അതൊരു ഫീമെയിലായിരുന്നു. അവൾ വലുതായി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇവരുടെ വളർച്ചയിൽ ഒരു ഇത് നിരത്തിയത്. ചേച്ചി അപ്പോൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്ന ഐറ്റം ഏതാണ് ഇപ്പോൾ? ഞാൻ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് പേർഷ്യൻ ക്യാറ്റിൽ ഡോൾ ഫേസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു കിറ്റൻ ഡോൾ ഫേസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങി. പിന്നെ അതിനനുസരിച്ചുള്ള ഒരു മെയിലിനെ എടുത്തു. പിന്നെ ഞാൻ ആ ഒരു ഡോൾ ഫേസ് കാറ്റഗറിയിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഞാൻ എൻ്റെ ഈ ഒരു മേഖലയിലെ വിജയം നോക്കുന്നത്. ഇനി കുറച്ച് കാലക്രമേണ എനിക്ക് ഒരു എക്സ്ട്രീം പഞ്ച് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു എക്സ്ട്രീം പഞ്ചൊക്കെ എടുക്കാനായിട്ട്. ചേച്ചി ഇപ്പോൾ എത്ര ക്യാറ്റ്സ് ഇപ്പോൾ നിലവിൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്? എത്ര സ്റ്റോക്ക് ചേച്ചെടുത്തുണ്ട് ഇപ്പോൾ നിലവിൽ? ഇപ്പോൾ സ്റ്റോക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 മെയിലും 4 ഫീമെയിൽസും ആണ് ഇപ്പോൾ സ്റ്റോക്ക്. അതിൻ്റെ കിറ്റൻസ് വേറെ ഉണ്ടല്ലേ? അതിൻ്റെ കിറ്റൻസ് അതിലിപ്പോൾ 3 ഫീമെയിലും ഇപ്പോൾ ഈ അടുത്ത് ഡെലിവറി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഡെലിവറിക്ക് ആയിട്ട്. അതിപ്പോൾ ആകുന്നേ ഉള്ളൂ പ്രായം. ബാക്കി 3 മെയിലും 4 ഫീമെയിൽസും. പിന്നെ ഇപ്പോൾ അതിൻ്റെ കിറ്റൻസ് ഇപ്പോൾ ഒരു ഫീമെയിലിൽ ഇവിടെ ഇപ്പോൾ 4 ഡെലിവറി കഴിഞ്ഞു. ഒരാൾ 2 ഡെലിവറി കഴിഞ്ഞു, ഒരാളുടെ ഫസ്റ്റത്തെ ഡെലിവറി. അങ്ങനെ കിറ്റൻസൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. കുഴപ്പമില്ല. സാധാരണ വീടുകളിൽ നമ്മൾ പൂച്ചയെ വളർത്തുന്നതിനേക്കാൾ സ്പെഷ്യൽ കെയർ ഇവർക്ക് കൊടുക്കേണ്ടതുണ്ടോ? സ്പെഷ്യൽ കെയർ നമ്മൾ ഇവർക്ക് കൊടുക്കണം. നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ പോലും എനിക്കും ഇതിനെക്കുറിച്ച് വലിയ പരിജ്ഞാനം ഉണ്ടായില്ല. ആദ്യം പേർഷ്യൻ ക്യാറ്റ് ഒരെണ്ണത്തിനെ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാനിതുമാതിരി 2 പേർഷ്യൻ കിറ്റനെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ഫുഡിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പരിജ്ഞാനം ഇല്ലാത്തതിനാൽ ആ 2 കിറ്റൻസും എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് സാധാരണ കൊടുക്കുന്ന പോലത്തെ ചോറ്,
നമ്മൾ എന്തൊക്കെയാണോ കഴിക്കണത് അതൊക്കെ ആവശ്യാനുസരണം കൊടുത്തു. അത് അവർക്ക് ഡൈജഷന് പ്രോബ്ലം വന്നു. ഞാൻ മണ്ണുത്തി ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയിരുന്നു, പക്ഷെ എനിക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നെയാണ് ഞാൻ വീണ്ടും ആ പ്രയത്നത്തിൽ നിന്ന് ഞാൻ മാറിയില്ല. ആ ഒരു വിഷമം മാറി വീണ്ടും ഒരു പേർഷ്യൻ ക്യാറ്റിനെ വാങ്ങിച്ചു, ഒരു റഷ്യൻ ബ്ലൂ കളറ്. അപ്പോഴേക്കും ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു പഠനം നടത്തി, എന്തൊക്കെയാണ് ഇവർക്ക് കൊടുക്കുക. അപ്പോൾ ഇവർക്ക് നമ്മൾ ഒരിക്കലും ചോറ് കൊടുക്കരുത്. മെയിനായിട്ടും ചോറ് അവരുടെ ഡൈജഷന് ഭയങ്കര അധികം, ഇവർ കഴിക്കും ചോറ്, പക്ഷേ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ചോറ് ഡൈജഷനെ ബാധിക്കും ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് മീൻ നമുക്ക് വേവിച്ച് കൊടുക്കാം. ചാള അങ്ങനത്തെയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാള അല്ലെങ്കിൽ കൊഴുവ അങ്ങനത്തെ ചെറിയ ടൈപ്പ് മീനൊക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കാം. പിന്നെ ഇവരുടെ ഫുഡാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫുഡ് മിയാവ് ആണ്, മിയാവ് ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ റോയൽ ക്യാനൊക്കെ ഉണ്ട്. ഞാൻ ഒരേ ഫുഡ് മിയാവ് മാത്രമാണ് കൊടുക്കുന്നത്, ഫുഡ് മാറ്റി ഞാൻ കൊടുക്കാറില്ല. കിറ്റൺസ് ഉണ്ടാവുമ്പോൾ മാത്രം റോയൽ ക്യാനിൻ്റെ കിറ്റൺ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. ചേച്ചിയുടെ ഒരു ഇപ്പം ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇവർക്ക് പെട്ടെന്ന് വരാവുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ? എൻ്റെ ഇപ്പം ഇത്ര നാളത്തെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇവർക്ക് വരാവുന്ന അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും എനിക്കിപ്പോൾ ഇവിടെ അനുഭവമായിട്ടുള്ളത് വല്ല സ്കിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെ എന്തെങ്കിലുമാണ് വന്നിട്ടുള്ളൂ. അതും കിറ്റൺസ് വരുമ്പോഴാണ് സ്കിൻ ഇൻഫെക്ഷൻ കൂടുതലൊക്കെ ആയിട്ട് വരുന്നത്. അത് നമ്മുടെ നോട്ടക്കുറവിൻ്റെ ഉണ്ട്, പിന്നെ അവരുടെ പേരൻസിൽ നിന്ന് കിട്ടുന്ന ഇതിൻ്റെ ഇപ്പോൾ വിരം നിറഞ്ഞിട്ടൊക്കെയുള്ള ശല്യം കൊണ്ട് ഒക്കെയാണ്. അല്ലാതെ മറ്റു മേജറായിട്ടുള്ള ഒരു അസുഖം ഇന്ന് വരെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിന് ശേഷം അങ്ങനെ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ട വന്നിട്ട് ഒന്നുമില്ല. വളരെ കാമായിട്ട് ആണ് കൊണ്ടു നടക്കുന്നത്. പിന്നെ നമ്മൾ അവർക്ക് പ്രതിരോധ വാക്സിനൊക്കെ കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു അസുഖം ഇവർക്ക് ഇതുവരെ വന്നിട്ടില്ല. ആകെ സ്കിന്നിൻ്റെ മാത്രമാണ്. അതിന് നമ്മൾ ഒമേഗ ഫിഷ് ഓയിലൊക്കെ കൊടുക്കുമ്പോൾ അവർ പിക്കപ്പായിട്ട് വരും. ചേച്ചി നമ്മൾ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവർക്കുള്ള വാക്സിനേഷനോ കാര്യങ്ങളോ നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കേണ്ടതുണ്ടോ? വാക്സിനേഷൻ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊരു 2 മാസം കഴിയുമ്പോൾ ഒരു ഫെലിജൻ ഇഞ്ചക്ഷൻ കൊടുക്കണം. അതാണ് അവരെ പ്രതിരോധ ശക്തിക്കുള്ള ഒരു ഇഞ്ചക്ഷൻ. അവർക്കത് ആ ഒരു വാക്സിൻ കൊടുക്കുമ്പോൾ അവർക്ക് ഒട്ടുമിക്കവാറും അസുഖങ്ങളിൽ നിന്നും അവർക്ക് നമുക്ക് അവരെ കാത്തു പരിപാലിക്കാം. മറ്റു പകർച്ചവ്യാധികൾ പാർവ പോലത്തേക്കുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് അവരെ രക്ഷപ്പെടുത്താം. അതെല്ലാ വർഷവും നമ്മളത് കൊടുക്കണം എന്നാണ് പറയുക, ഫെലിജൻ ഇഞ്ചക്ഷൻ. അത് നമ്മുടെ തൊട്ടടുത്ത് ഇപ്പം എനിക്കൊക്കെ ഉണ്ട് ഇവിടെ അടുത്തുള്ള വെറ്റിനറികളിൽ നിന്നൊന്നും അത് കിട്ടില്ല. നമ്മളിപ്പോൾ മണ്ണുത്തിൽ നിന്നോ അല്ലെങ്കിൽ കൊക്കാല എന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരണം ഇഞ്ചക്ഷൻ. എന്നിട്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള വെറ്റിനറി ഡോക്ടറിനെ കൊണ്ട്. പിന്നെ നമ്മൾ 3-ാം മാസത്തിൽ പേപ്പട്ടി വിഷബാധയുടെ ഇഞ്ചക്ഷനാണ് സാധാരണ കൊടുക്കുന്ന വാക്സിനുകൾ. ചേച്ചി അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ കൊടുക്കുന്ന കിറ്റൻസിനെ എടുക്കുന്ന കസ്റ്റമർക്ക് ചേച്ചി അതിൻ്റെ ഒരു പരിചരണ രീതിയും, കാരണം വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വളർത്തുന്ന കാര്യത്തെക്കുറിച്ച് വലിയ ഒരു ജ്ഞാനം ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ ചേച്ചി അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. എന്തെങ്കിലും മാറ്റം ഇപ്പോൾ അവർ കൊണ്ടുപോയ കിറ്റൻസിന് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു നേരെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ തന്നെ എന്നെ വിളിക്കും. ചേച്ചി എന്തുകൊണ്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ, ഇവർക്ക് ഉപയോഗിക്കേണ്ട ഷാമ്പൂ, അതുമാതിരി പൗഡർ എന്തൊക്കെ മരുന്നാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് കൊടുക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഇതുവരെ കൊണ്ടുപോയിക്കണ ഒരുവിധം പേര് മീൻസ് ആദ്യമായിട്ട് കിട്ടണ വാങ്ങിച്ചു കൊണ്ട് പോകുന്നവർ കേട്ടോ, അവർ ചോദിക്കാറുണ്ട്. ഓക്കെ ചേച്ചി, ഇവരുടെ ഒരു ഭക്ഷണക്രമം ഒരു കിറ്റിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ചുരുക്കി ഇവരുടെ ഒരു ഭക്ഷണക്രമം പറയാം ഒരു ദിവസത്തെ? ഇപ്പോൾ ഒരു കിറ്റണ വാങ്ങിച്ചു, ഇപ്പോൾ നമ്മൾ 2 മാസം ആകുമ്പോഴാണ് കിറ്റണ കൊടുത്തു തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു കിറ്റണ വാങ്ങിച്ചു കൊണ്ട് പോകുന്ന വ്യക്തി ഇവരുടെ ഏത് ഫുഡിലാണെങ്കിലും, അതിപ്പോൾ മിയാവാണെങ്കിലും റോയൽ ക്യാൻ ആണെങ്കിലും വിസ്കാസ് ആണെങ്കിലും ഏതൊക്കെ മാർക്കറ്റിൽ ഏതൊക്കെ ഫുഡ് ഇവരുടെ അവൈലബിൾ ആണോ അതൊക്കെ 2 തരം ഫുഡാണ്. ഒന്ന് 2 മാസം തൊട്ട് 12 മാസം വരെ കിറ്റൺ എന്ന് ഒരു ലേബലിലും, പിന്നെ അവിടെ ഞങ്ങളുടെ അഡൾട്ട് ലേബലിലുമാണ് 2 ഫുഡ് കിട്ടുന്നത്. അപ്പോൾ കിറ്റണിന് 12 മാസം വരെ, അതായത് അവർക്ക് 1 വയസ്സാകുന്നത് വരെ കിറ്റൻ്റെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമല്ല, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അവരുടെ ഒരുപാട് കാര്യങ്ങൾക്ക് വളർച്ചയ്ക്കാണെങ്കിലും അവരുടെ സ്കിന്നിനും അവരുടെ ഹെയറിനൊക്കെ അതാണ് ഒരുപാട് ഗുണം ചെയ്യുന്നത്. അതല്ലെങ്കിൽ അവർ കഴിക്കും, നമ്മൾ അഡൾട്ട് ഫുഡ് കൊടുത്താൽ അവർ കഴിക്കും, പക്ഷെ അത് അവർക്ക് ഡൈജസ്റ്റ് ആവാതെ കുറച്ച് കഴിയുമ്പോൾ അവരത് ഒമിറ്റ് ചെയ്യും. ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഈ ഫുഡിൽ എന്താണ് മെയിനായിട്ട് അടയ്ക്കുന്നത്? പ്രോട്ടീൻ കണ്ടന്റ് ആണോ കൂടുതൽ? പ്രോട്ടീൻ കണ്ടന്റാണ് അതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മിയാവിൽ തന്നെ നമുക്ക് പലതരം ഇൻഗ്രീഡിയൻസ് ഇതുണ്ട്, ഫ്ലേവേഴ്സിൻ്റെ ഉണ്ട്. ഇപ്പോൾ ക്യാരറ്റ് അതല്ലെങ്കിൽ മീനിൻ്റെ അങ്ങനെ പലതരം ഫ്ലേവേഴ്സിൻ്റെ ഉണ്ട്. ഞാനിവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് ഒരു ആൻറ്റി ബാക്ടീരിയൽ മിയാവാണ്.
അത് ഹെയർ ഫോളിങ്ങിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നത് കണ്ട് ആ ഒരൊറ്റ ബ്രാൻഡാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് മാറ്റി നമ്മൾ കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്കത് ഡൈജഷൻ പ്രോബ്ലം കൊണ്ട് അവർ മിക്ക കാറ്റ്സും ഒമിറ്റ് ചെയ്യും, അതല്ലെങ്കിൽ അവർക്ക് ലൂസ് മോഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഇത് തന്നെയാണ് പ്രൊഡക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവർക്കത് കഴിക്കാനും ഇഷ്ടമുണ്ടാകും, അതുപോലെ അവർക്ക് മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. ചേച്ചി, പിന്നെ നമ്മളിപ്പോൾ നമുക്കൊരു ഓപ്പണായിട്ടൊരു ഇവിടെ അഴിച്ചുവിട്ട് വളർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ഒരു മിക്കവരും. കാരണം ടൗൺ ഏരിയയിലായാലും അല്ലാത്തതായാലും പിന്നെ ആര് കണ്ടാലും എടുത്തുകൊണ്ട് പോകുന്നൊരു ആകർഷണമുണ്ട്. അപ്പം നമ്മൾ ഇവർക്കൊരു കൂട് ഒരുക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ലഘൂകരിച്ച് പറയാമോ? കൂട് ഇപ്പം ഞാനിവിടെ മെയിനായിട്ട് ഇവരെ അഴിച്ചിട്ടിട്ടാണ് വളർത്തുന്നത്. നമുക്ക് ഇവിടെ ഉള്ളേരിയ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇവരും ഇവിടെ കോമ്പൗണ്ട് വിട്ട് പോകുന്നുമില്ല പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഴിച്ചിട്ടിട്ട് വളർത്താറ്. ഇങ്ങനെ ഇപ്പം ഡെലിവറി കഴിയുക അതല്ലെങ്കിൽ നൈറ്റൊക്കെയാണ് ഈ ഒരു കൂട്ടിൽ അവരിടുന്നത്. അതല്ലാത്തവർക്ക് സത്യമാണ് കൂടാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ക്യാറ്റ് വീട്ടിലുണ്ടാവണമെങ്കിൽ കൂട്ടിലിട്ടാൽ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ മിക്കത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സുകളിൽ കാണാറുണ്ട് ക്യാറ്റ് നഷ്ടപ്പെട്ടവർ പരസ്യമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്കൊരു കൂട് ഒരുക്കുമ്പോൾ ഏറ്റവും ഇതായിട്ട് അവർക്ക് വായു സഞ്ചാരം കിട്ടുന്ന രീതിയിലുള്ള ഒരു കൂടാണ് ഒരുക്കേണ്ടത്. അതുമാതിരി നല്ല കൂളിംഗ് ആയിട്ടുള്ള പ്രദേശത്തായിരിക്കണം കൂടിയിരിക്കേണ്ടതും. കാരണം ഇവർക്ക് ചൂടൊക്കെ സഹിക്കാൻ പറ്റാത്ത ഒരു ടീമംഗങ്ങളാണ് ഇവർ. അതുമാതിരി തന്നെ കൂടിനകത്ത് ഇവർക്ക് ഇത് പാത്രത്തിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാൻ മണലാണ് വയ്ക്കാറ്. മണൽ വയ്ക്കുമ്പോൾ അവരവരുടെ ലിറ്ററൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അത് ഒരു പാത്രത്തിൽ വെള്ളം, പിന്നെ ഫുഡ് 2 നേരം കൊടുത്താൽ മതി. നമ്മൾ കൂടുതൽ ഫുഡ് വെച്ച് കൊടുത്താൽ ഇപ്പോൾ ചിലപ്പോൾ ഈ കിറ്റൺസൊക്കെ അതിൽ കയറിയിട്ടായിരിക്കും അവർ കഷ്ടോടെ അല്ലെങ്കിൽ മൂത്രമൊക്കെ ഒഴിക്കുന്നത്. നമ്മളൊരു മണലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു ശീലമാവും. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ചെല്ലുന്ന വീടുകളിലും അവരത് ഫോളോ ചെയ്തോളും. അതിന് ടോയ്ലറ്റ് ട്രെയിനിങ് അങ്ങനെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരു ബ്രീഡിംഗ് പർപ്പസിനായിട്ടാണ് ഒരു കസ്റ്റമർ വന്നിട്ട് കിറ്റൻസിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കണം? ബ്രീഡിങ് പർപ്പസ് എന്ന് പറയുമ്പോൾ അതിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു, ഇപ്പോൾ ഞാനായാലും ആരാണെങ്കിലും ബ്രീഡിംഗ് പർപ്പസിന് എടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള അത് നല്ല പേരൻസിൻ്റെ കിറ്റണെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നല്ല പേരൻസിൻ്റെ കിറ്റൺ സെലക്ട് ചെയ്താൽ മാത്രമാണ് അവരിൽ നിന്ന് നമുക്ക് നല്ല കിറ്റൺസ് ഇറങ്ങുള്ളൂ. പിന്നെ ഇപ്പോൾ ഡെലിവറി സമയത്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ എനിക്ക് ഇതിൽ പരിജ്ഞാന കുറവുകൊണ്ട് ഇപ്പോൾ എൻ്റെ ക്യാറ്റ് ഫസ്റ്റത്തെ ഡെലിവറിയിൽ അവൾക്ക് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് പാലുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കും വലിയ അറിവുണ്ടായില്ല. പാടോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പാലില്ല അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കുടിക്കാൻ കിട്ടുന്നില്ല. ഇവരിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് പാലുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ പൂച്ചയുടെ അടുത്തേക്ക് എന്നും മക്കളെ വെച്ച് കൊടുക്കും. അവർ കുടിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പാല് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 3-ാം ദിവസമായപ്പോഴേക്കും എൻ്റെ 4 കുഞ്ഞുങ്ങളും ചത്തുപോയി. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നമ്മുടെ പാലൊക്കെ വാങ്ങിച്ച് കൊടുത്തു നോക്കി. പക്ഷെ നമ്മുടെ പാലൊക്കെ അവർക്ക് ഡൈജഷൻ്റെ പ്രോബ്ലമൊക്കെ എല്ലാം കൊണ്ടും 4 കിറ്റൺസ് എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നത്തെ അവളുടെ സെക്കൻഡ് ഡെലിവറി ആയപ്പോഴേക്കും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അവർക്ക് നമ്മളിവിടെ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ലാക്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കിട്ടും, പാൽപ്പൊടി കിട്ടും പൂച്ചയ്ക്ക്. അതിന് 1200 രൂപയാണ് 1/2 കിലോൻ്റെ പാക്കറ്റിന് 1200 രൂപ. ഞാനത് അവൾ പ്രസവിക്കണേക്കാൾ മുമ്പ് അത് വാങ്ങിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചു. അഥവാ പാലുണ്ടായില്ലെങ്കിൽ ആ നേരത്ത് നമ്മൾ ഇനി വീണ്ടും ബുദ്ധിമുട്ട് ചെയ്യാതിരിക്കാൻ. പക്ഷെ ആ സെക്കൻഡ് ഡെലിവറിയിൽ അവൾക്ക് പാലും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഈ മിൽക്കും അവർക്ക് കൊടുത്തു. എന്നാലും വാങ്ങിച്ചതല്ലേ എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്യാറ്റ് പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പാലില്ല എന്ന് കണ്ടാൽ ഉടനെ നമ്മൾ അതിൻ്റെ പ്രതിവിധി ചെയ്യണം അടുത്തത്. അതല്ലെങ്കിൽ നമുക്ക് കിറ്റൻസ് നഷ്ടപ്പെടും. കാരണം ഈ കിറ്റൻസിന് നമുക്കിപ്പോൾ ഒരു ആട്ടുംകുട്ടി ജനിച്ചു അതിന് നമുക്ക് മറ്റു പാലൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഇവർക്ക് അത് ബുദ്ധിമുട്ടാണ്. മറ്റുള്ള പാലൊക്കെ കൊടുത്ത് വളർത്തി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്തായാലും നമ്മൾ ഈ ഒരു ബ്രീഡിംഗ് പർപ്പസിന് അല്ലെങ്കിൽ ഈ ഒരു ഇതിന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് ഉണ്ട് ഒരുപാട് ഇതിൽ. അത് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെയുള്ള എൻ്റെ മക്കളെ, അതായത് ഞാൻ പാരൻറ് സ്റ്റോക്കായി നിർത്തിയിരിക്കുന്ന എൻ്റെ മക്കളെ പരിചയപ്പെടാം. ഇവൻ്റെ പേര് ടുട്ടപ്പൻ എന്നാണ്. ഇവനെ ഞാൻ കൊണ്ടുവന്നിട്ട് 2 കൊല്ലമായി. അതായത് ഞാൻ ആദ്യമായി വാങ്ങിച്ച എൻ്റെ ഫീമെയിൽ റോസി, അവൾക്ക് ഒരു തുണയായിട്ടാണ് ഇവനെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇവനങ്ങനെ ഇപ്പോൾ നമ്മളിത്ര വലിയ മെയിലായിട്ട് കൊണ്ടുവന്ന അതിൻ്റേതായ ഒരു വികൃതി ഒന്നുമില്ല. വളരെ ശാന്തനാണ് ഇവന് നല്ല ഹെയറൊക്കെ ഉണ്ടായിരുന്നു. ഇവന് ഞങ്ങൾ 2 പ്രാവശ്യം ഹെയർ ഒന്ന് ട്രിം ചെയ്തു. അതുകൊണ്ടാണ്. പിന്നെ ആകുമ്പോൾ പ്രായമൊക്കെ ആയപ്പോൾ പിന്നെ ഹെയറിൻ്റെ വളർച്ചയൊക്കെ സ്വാഭാവികമായിട്ട് കുറയും. അതുകൊണ്ടാണ്.
പിന്നെ ഇപ്പോൾ ഇവിടെ വന്നു, കുഴപ്പമില്ല. അവൻ നല്ലൊരു മെയിലാണ്, നല്ലൊരു ബ്രീഡിങ് മെയിലാണ്, നല്ലൊരു ഇതാണ് അവൻ. എനിക്കിവിടെ ഈ ഒരു ഫീൽഡിൽ എനിക്ക് എന്താ പറയുക, വളരെ ട്രൂ ആയിട്ട് പറഞ്ഞാൽ 10 പൈസ ഉണ്ടാക്കി തന്നത് ഇവനാണ്. ആ കാര്യത്തിൽ ഇവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ദൗത്യം കൃത്യമായി ഭംഗിയായിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവളാണ് ഞാൻ പേർഷ്യൻ ക്യാറ്റ് വളർത്തുന്ന ഫീൽഡിലേക്ക് ആദ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന റഷ്യൻ ബ്ലൂ ഡോൾ ഫേസ്. ഇവളുടെ പേര് റോസി എന്നാണ്. ഇവൾക്ക് 1 വയസ്സായപ്പോഴാണ് ഞാൻ മെയിൽ ക്യാറ്റിനെ കൊണ്ടുവന്നത്. അങ്ങനെ ഇവളുടെ ഇപ്പോൾ 4 ഡെലിവറി കഴിഞ്ഞു. ഇവളുടെ 4ാമത്തെ ഡെലിവറിയിൽ 2 കിറ്റൻസും കൂടി എൻ്റെ അടുത്തുണ്ട്. അവർ ഓൾറെഡി ബുക്ക്ഡായി കിടക്കുകയാണ്. ഇനി നമ്മളിനി കുറച്ച് നാളത്തേക്ക് ഒരു റെസ്റ്റിങ്ങിന് വിടുകയാണ്. ഇവൾ വന്ന് 4 ഡെലിവറി, ഇപ്പോൾ ഒരു 2 കൊല്ലത്തിനുള്ളിൽ 4 ഡെലിവറി ഇവളുടെ കഴിഞ്ഞു. ഇത് എൻ്റെ ഒരു ബ്രീഡിങ് മെയിൽ തന്നെയാണ്. ഇവനിപ്പോൾ 1 വയസ്സായിട്ടുള്ളൂ. ഇവനെ ഞാൻ ആലുവയിൽ നിന്നാണ് എടുത്തത്. ഇവനെയും ഇതുമാതിരി ഇവൻ്റെ ഒപ്പം ഇവർ 2 ഒരു പേരിനെ ഒരുമിച്ച് എടുത്തിരുന്നു. ഇവനിപ്പോൾ 1 വയസ്സാകുന്നു. പക്ഷെ ഇവൻ്റെ എന്താ പറയുക, ഞങ്ങളുടെ മെയിൽ അവനിൽ നിന്നുള്ള ഒരുപാട് ഉപദ്രവം കാരണം ഒരു സൈലൻ്റ് മോഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ അവനങ്ങോട്ട് ആക്റ്റീവ് ആവാനായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ ആൾ വളരെ ശാന്തനാണ്. ഇപ്പോൾ 1 വയസ്സ് ഇവന്. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മെയിലാണ്. അതായത് ഇവിടെ തന്നെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ഇവരുടെ ഈ റോസിയുടെയും ടുട്ടപ്പൻ്റെയും ഫസ്റ്റത്തെ ഡെലിവറിയിലെ ആദ്യത്തെ മോനാണ്. അപ്പോൾ ഇവൻ നമ്മൾ ഓരോ ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരെ നമ്മളിവിടെ നിർത്തും. അപ്പോൾ ആദ്യത്തെ ഡെലിവറിയിലെ എൻ്റെ മോനാണ്. ഈ പൂച്ചോളോടുള്ള പ്രത്യേക ആഗ്രഹം കൊണ്ട് പ്രത്യേകിച്ചൊരു ഇൻറ്റൻഷനൊന്നും ഇല്ല. ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കാണുമ്പോൾ നമ്മളിവിടെ നിർത്തും. ഇത് ഞങ്ങളുടെ ഡോറാമോളാണ്. ഇതും ഇവിടെ ഉണ്ടായ ഇതിന് മുമ്പ് ഇവരുടെ ഫസ്റ്റ് ഡെലിവറിയിൽ ഉണ്ടായ റോസിയുടെ അല്ല, വേറൊരു ക്യാറ്റിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഡെലിവറിയിൽ ഉണ്ടായ ഒരു മോളാണ്. അവളെയും ഞാനിവിടെ നിർത്തി. ഇവളുടെ ഡൈലിറ്റോ കാലിക്കോ ഒരു പ്രത്യേക ഒരു ഇതായതുകൊണ്ട് അവളെ നമ്മളിവിടെ നമ്മുടെ മകളായിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. 6 മാസമായിട്ടുള്ളൂ. 6 മാസമായിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഇവളുടെ പേര് മിക്കി. ഇവളെ ഞാൻ 6 മാസം മുമ്പ് ഹൈദരാബാദിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇവൾ നമ്മുടെ വീട്ടിൽ വന്നു. ഇവളുടെയും 1 ഡെലിവറി കഴിഞ്ഞു. ഇവൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറി 4 മക്കൾ. ഇവളതുകൊണ്ട് വന്നതിൻ്റെ ഒരു വിഷമം അവൾക്കുണ്ട്. ഇണങ്ങാനുള്ള ഒരു വിഷമമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് പരമാവധി ഉപദ്രവിച്ചിട്ടുണ്ട് ഈ ഒരു 6 മാസത്തിനുള്ളിൽ. എന്നാലും ഡെലിവറി കഴിഞ്ഞോടുകൂടി ആൾ ശാന്തമായി. ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് 4 മക്കളാണ്. ചേച്ചി, നമ്മളൊരു കിറ്റനെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ക്വാളിറ്റി അവരുടെ ഇപ്പോൾ ഫേസ് വെച്ച് ഇപ്പോൾ ഇതിൽ തന്നെ എക്സ്ട്രീം പഞ്ച് ഡോൾ ഫേസ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിപ്പോൾ മേടിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ചിലപ്പോൾ സെമി പഞ്ചൊക്കെ ആണെങ്കിലും ചിലർ എക്സ്ട്രീം പഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും. അപ്പോൾ എക്സ്ട്രീം പഞ്ച് എങ്ങനെ ഇരിക്കുകയാണ്, ഡോൾ ഫേസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിട്ട് വേണം നമ്മളൊരു കിറ്റണ വാങ്ങിക്കാൻ ചെല്ലണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ അവിടെയും കബളിക്കപ്പെടും. കാരണം ഒരു എക്സ്ട്രീം പഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ 35-40 ഇപ്പോഴത്തെ റേറ്റ്, ഒരു കിറ്റൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക, എക്സ്ട്രീം പഞ്ച് മെയിലോ അല്ലെങ്കിൽ ഫീമെയിലും ഒരു ഡോൾ ഫേസ് വെച്ച് ക്രോസ് ചെയ്തൊരു കിറ്റനൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ 2 മാസമൊക്കെ എത്തുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അവരുടെ വളർച്ചയുടെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. പിന്നെ വളർന്നു വരുമ്പോഴാണ് നമ്മൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുക ഇതിന് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടായിരുന്നെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേരൻസിനെ കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ അത് എക്സ്ട്രീം ആയാലും ഡോളായാലും നല്ല പേരൻസ് ആണെങ്കിൽ നമുക്ക് പിന്നെ വിശ്വസിച്ച് വാങ്ങിക്കാവുന്നതാണ്. നമ്മൾ പേർഷ്യൻ ക്യാറ്റിനെ വളർത്തുന്നത് നമുക്കൊരു വിനോദത്തിന് ഉപരിയായിട്ട് നമുക്കൊരു വരുമാനം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാനൊരു വിനോദമായിട്ട് തുടങ്ങിയതാണ്, പിന്നീടാണ് അത് വരുമാനത്തിലേക്ക് എത്തിയത്. ഇതിപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ എനിക്കത് ഏറ്റവും വലിയൊരു സഹായമായിരുന്നു പേർഷ്യൻ ക്യാറ്റ്. ഇവരാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത്. ഞാൻ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരു കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് ഈ ഡിസംബർ വരെ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡായതുകൊണ്ട് നമുക്ക് ജോലി വളരെ ബുദ്ധിമുട്ട്, സാലറിക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 5-8 മാസക്കാലം എന്നെ സപ്പോർട്ട് ചെയ്തത് തീർച്ചയായിട്ടും ഇവർ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ റോസി ആണെങ്കിലും വൈറ്റി, ഇവരൊക്കെ എന്നിട്ട് പറയുക, ഒരു ബ്രേക്ക് ഇല്ലാതെ അവരുടെ ഡെലിവറിയിൽ ഉണ്ടാവുന്ന 4 മക്കളെ സെയിൽ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു കൊറോണ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് മെൻസി ചേച്ചിയുടെ വീട്ടിലെ പേർഷ്യൻ ക്യാറ്റ്സിൻ്റെ വിശേഷങ്ങളാണ്. എങ്ങനെയാണ് കിറ്റൻസിനെ വളർത്തുന്നതെന്നും അവരുടെ പരിചരണ രീതി കാര്യങ്ങളെല്ലാം ചേച്ചി നമുക്ക് വിശദമായി തന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫാമിംഗ് രംഗത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.